അലീന ഇവിടെ വേലക്കാരായിട്ട് വന്നപ്പോ നീ അവളുടെ ഡൈനിങ് ടേബിളിൽ ഇരിക്കാൻ ചോദിച്ചോ? അന്ന് അങ്ങനെ ഒരു ശീലം ഇല്ലായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങനെ ഒരു ശീലം നിങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കി വെച്ചല്ലോ. ആ, അലീന പോയതോടെ ഞാൻ അപ്പുറത്തേക്ക് പരിഗണന നന്നാക്കി. ഇപ്പൊ അങ്ങനത്തെ ശീലം ഇവിടെ ഇല്ല. നിങ്ങൾ വിളിച്ചോണ്ട് വന്നവളെ നിങ്ങൾക്ക് ഡൈനിങ് ടേബിളിൽ ഇരുത്താമെങ്കിൽ ഞാൻ വിളിച്ചോണ്ട് വന്നവളെ എനിക്ക് വരുത്താം. ആ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞങ്ങള് വേറെ ഡൈനിങ് ടേബിളിൽ നിന്ന് കഴിച്ചോളാം. നിങ്ങൾ രണ്ടുപേരും കൂടെ ഈ ഡൈനിങ് ടേബിൾ ഉപയോഗിച്ചോ. എന്റെ കൊച്ചു ഞാനൊന്നും കലക്കാൻ വന്നതല്ല. ഇരിക്കാൻ പറഞ്ഞപ്പോ ഇരുന്നേ ഉള്ളൂ. ഞാൻ എവിടെ ചെന്നാലും അടുക്കളയിലിരുന്നാ കഴിക്കാറ്. അങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ കഴിക്കട്ടല്ല. എന്തിനാ വെറുതെ നിർബന്ധം പിടിക്കുന്നേ? എന്റെ വീട്ടിൽ ഞാൻ പാലിച്ചു പോരുന്ന കുറച്ച് രീതികളുണ്ട്, അതനുസരിച്ചേ പറ്റൂ. ആർക്കു വേണ്ടിയും അത് മാറ്റാൻ പറ്റില്ല, അപ്പനായാലും ആരായാലും. നീ എന്നെ വെല്ലുവിളിക്കാൻ മാത്രമായോടാ? ഒരു മര്യാദ വേണം. ആഹാ, ടേബിൾ മാനേഴ്സ് കീപ്പ് ചെയ്യണമെന്ന എന്റെ ആവശ്യം. എനിക്കത് മസ്റ്റാ. എനിക്കിങ്ങനെ കഴിച്ച ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. ചോറും കറിയൊക്കെ എങ്ങനെയാ ഇങ്ങനെ തൊട്ടില്ലെന്നുള്ള മട്ടില് കഴിക്കുന്നത്? ഒരാർഗ്യുമെന്റിനും വരണ്ട. ഇവിടെ പാലിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ കൃത്യമായി പാലിച്ചേ മതിയാവും. നോ കോംപ്രമൈസ് ഓൺ ദാറ്റ്. സ്കൂളിൽ പോകുമ്പോ ഓർഫനേജിൽ നിന്നാണല്ലോ പോകുന്നേ. അന്നേരം ഒത്തിരി കറികളൊന്നും കാണാനില്ല. ഒരു തോരനും ഒരു അച്ചാറും. വല്യപ്പച്ച കേൾക്കുന്നുണ്ടോ? ആ ഉണ്ടല്ലോ. വല്യപ്പച്ച കേട്ടോണ്ടിരിക്കല്ലേ? അപ്പോ സ്കൂളിൽ കൂടെ പഠിക്കുന്ന കുട്ടികളില്ലേ, അവര് കൊണ്ടുവരുന്ന ഭക്ഷണവും ഞാൻ കൊണ്ടുവരുന്ന ഭക്ഷണവും എല്ലാം കൂടിയിട്ട് എല്ലാരും കൂടെ ഒരുമിച്ച് എല്ലാ കറികളും ചോറും കൂടി മിക്സ് ചെയ്ത് കൂട്ടിക്കൊഴിച്ച് കഴിക്കും കേട്ടോ. എന്റെ വല്യപ്പച്ച അതുപോലെ കഴിച്ചു കഴിയുമ്പോണ്ടല്ലോ എന്നാ ടേസ്റ്റ്
സത്യാ മോളെ. കഴിച്ചെല്ലാം കഴിഞ്ഞ് കയ്യിലും കൂടി ഇങ്ങനെ ഇരിക്കുന്ന മിച്ചമെല്ലാം കൂടി കഴിച്ചു കഴിയുമ്പോഴാ ഈ കൈ കൊണ്ട് വാരി വാരി കഴിക്കുന്നതിന്റെ ഒരു രുചി ശരിക്കും കിട്ടുന്നത്. അപ്പറഞ്ഞത് ശരിയാ. നീ ഓർക്കുന്നുണ്ടോടാ ലാലിച്ച, നിന്റെ അമ്മേ മീൻകറി ചട്ടിയിലോട്ട് മീൻകറി തീരാമാകുമ്പോ പഴയ കഞ്ഞി ഒഴിച്ചൊരു പിടിയുണ്ട്. അതും ചിന്നമ്മയുടെ കൈ കൊണ്ട് നിനക്കൊക്കെ എത്ര തവണ വാരി തന്നേക്കുന്നു. അലീന, ഞാൻ പലതവണ വാണിംഗ് തന്നു. നീ പലയിടത്തും പല രീതിയിലായിരിക്കും ജീവിച്ചത്. അതുപോലെ എവിടെയും ജീവിക്കാൻ പറ്റത്തില്ല, മനസ്സിലായോ? യുവർ പാസ്റ്റ് ലൈഫ് അത് കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ നീ ജീവിക്കുന്നത് റിട്ടയർഡ് ലെഫ്റ്റനന്റ് കേണൽ സ്റ്റാൻലി ജോസഫിന്റെ മകളായിട്ടാണ്. സോ യു ഷുഡ് കീപ് ദ ഡെക്കോറം. മനസ്സിലായോ? തോന്നിവാസം കാണിക്കുന്ന സ്ഥലമല്ല ഇവിടം. എസ്പെഷ്യലി ഈ ഡൈനിങ് ടേബിൾ. ആ റെസ്പെക്റ്റും ഡിസിപ്ലിനും ഇവിടെ മസ്റ്റായിട്ട് വേണം. കാണിച്ച നമുക്ക് പിന്നെ സംസാരിക്കാം. ഇല്ല, കിടക്കാൻ വേണ്ടി എല്ലാം ഒന്ന് റെഡിയാക്കുമായിരുന്നു. ഓ സോറി. കിടന്നോ? പപ്പ, എന്താ കാര്യമെന്ന് പറ. വായോ. ഇവിടെ ഞാനൊരു ഡിസിപ്ലിൻ ആൻഡ് വേ ഓഫ് ലിവിംഗ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ബ്രേക്ക് ചെയ്യണം തീരെ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പച്ചനും അതറിയാം. എല്ലായിടത്തും അങ്ങനെയാണ്. ഓരോ വീട്ടിലും അതിൻ്റെതായ ചിട്ടയും പ്രവർത്തന രീതിയും ഉണ്ടാവും. അതെന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു ഡിസിപ്ലിനും ലൈഫ് സ്റ്റൈലുമാണ് ഒരു പ്രോപ്പർ ലോ ഒബീഡിയന്റ് സിറ്റിസൺ ഇൻഡിവിജ്വലായി അവരെ മോൾഡ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് ഡിസിപ്ലിൻ ആയിട്ട് നടക്കുന്ന കാര്യമുള്ളത്? പപ്പ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. 3 മേശയിൽ മാത്രം മതിയോ ഇതൊക്കെ? ഈ വീടിന്റെ അടുക്കളയില് എന്തെങ്കിലും ഡിസിപ്ലിൻ ഉണ്ടോ? ഈ വീടിനുണ്ടോ? പപ്പയ്ക്കൊരു ഡിസിപ്ലിൻ ഉണ്ടോ? ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ടാണല്ലോ ചെയ്യുന്നത്. ഓരോന്നിനും അതിൻ്റെതായ സമയക്രമം വരെയുണ്ട്. ഇവിടെയുള്ള ജോലിക്കാരും ഞാൻ പറയുന്നതനുസരിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്ന സമയക്രമം പാലിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. അതിന്റെ പേര് അച്ചടക്കമൊന്നല്ല, വിധേയത്വമെന്നാ. അവരൊക്കെ പപ്പയുടെ ജോലിക്കാരായതുകൊണ്ടും പപ്പ പറയുന്ന പോലെ ചെയ്യുന്നതിന് ശമ്പളം കൊടുക്കുന്നത് കൊണ്ടും വിധേയരായി നിൽക്കുന്നു. നീ വെറുതെ കൺഫ്യൂസ് ചെയ്യാൻ നോക്കണ്ട. ഡിസിപ്ലിൻ എന്ന് പറയുന്ന പപ്പയുടെ കാര്യം തന്നെ നോക്കി. പപ്പ എപ്പോ നോക്കിയാലും ഒരു കയ്യില് സിഗരറ്റ് കാണും, മറ്റേ കയ്യില് മദ്യവും കാണും. ഇതാണ് പപ്പ പാലിച്ചു വരുന്ന ഡിസിപ്ലിൻ. ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലല്ലോ. പിന്നെന്താ, ഞാൻ മദ്യപിച്ച് മറ്റുള്ളവർക്ക് ശല്യമാകുന്നു. പിന്നെ ഫുൾ ടൈം കള്ളും കുടിച്ചിരിക്കുന്നത് നല്ലതാണല്ലോ. അലീന, നിന്നോട് ഡിസ്പ്ലേയെ കുറിച്ച് സംസാരിക്കുമ്പോ മാറ്റർ ഡൈവേർട്ട് ചെയ്യാൻ നോക്കരുത്. ഇതൊക്കെ ശരിക്കും ഡിസിപ്ലിൻ അല്ല. കുറെ ദുശീലങ്ങളുള്ള ആള് പാലിച്ചു വരുന്ന ഒരു തരം ജീവിതം. അതൊക്കെ ആ ഗംഗാധരൻ അങ്കിളിനെ ഒന്ന് കാണണം. ടിക് ടോപ്പായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് എന്തൊരു ഗ്രേസാ കാണാൻ തന്നെ. ഗംഗാധരൻ മേനോനെ അറിയത്തില്ലേ? അറിയാം. അതാണ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പട്ടാളക്കാരൻ. എനിക്ക് നീ പറഞ്ഞു വരുന്ന മനസ്സിലായി എനിക്ക്. പക്ഷേ പപ്പയെ ധിക്കരിക്കുന്നതല്ല ഞാൻ.
ഞാൻ വർഷങ്ങളായിട്ട് ശീലിച്ചു വന്നിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് ഒറ്റയടിക്ക് മാറ്റാൻ ഇച്ചിരി പാടാ. അതാ, അല്ലാതെ പപ്പ പറയുന്ന മനസ്സിലാകാഞ്ഞിട്ടല്ല. ഞാൻ ഒറ്റയടിക്ക് പപ്പയുടെ കണ്ണു കുടിക്കരുതെന്നും മരിക്കരുതെന്നും പറഞ്ഞ നടക്കൂ? പപ്പയെ വിഷമിപ്പിച്ചതിന് സോറി. ശരിയെന്ന് കിടന്നു. പപ്പ, ഒരു കാര്യം ശരിയല്ലെന്ന് കണ്ട നമ്മളിത് കറക്റ്റ് ചെയ്യണ്ടേ പപ്പ? ഇവിടെ എവിടെയാണ് ശരി? എല്ലാം കറക്റ്റായിട്ടാണ് പോകുന്നത്. ഞാൻ ചോദിച്ചതാ. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഒന്നുമില്ല. ഗുഡ് നൈറ്റ്. എന്താ ഈ സമയം? 6:30. ഞാൻ സാധാരണ 6:45 ഇവിടെ പറ്റത്തില്ല. 5:30 എണീക്കണം. അയ്യോ, അതെനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാ. 6:15 വേണേ നോക്കാം. നീ കട്ടിലാണോ കിടക്കുന്നത്? അതെ. ആയും തലേണയും കോസറിയും ഞാൻ എന്തെങ്കിലും കാണിച്ചു തന്നില്ലായിരുന്നോ? അയ്യോ കൊച്ചുമേ, എനിക്ക് നേരത്തെ കിടക്കാനൊന്നും വയ്യ. നടുവേദനയാ. വേഗം ഒന്ന് ജോലി ചെയ്യാൻ നോക്ക്. ആ, ഞാൻ വന്നേക്കാം. ഇല്ല. അങ്ങനെയൊന്നുമില്ലമ്മേ. ഞാനുണ്ടാക്കിയാലും പകരീശ് ഉണ്ടാക്കിയാലും രോഹിണി ഉണ്ടാക്കിയാലും ചായ ഇതുപോലെ ഇരിക്കും. അലീന ചേച്ചി റെസിപ്പിയാ. അലീന ചേച്ചി ഇനിയെങ്കിലും പേരൊന്നും മിണ്ടാതിരിക്കോ? ഓ, മിണ്ടാതിരുന്നാലും ഞങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. അവനെന്തേ? വാ, കാണിച്ചു തരാം. ഇതെന്താ നോക്കിയിരിക്കുന്നേ? ഇങ്ങോട്ട് കയറുവാ. ഞങ്ങളുടെ ദേഹം നോക്കുന്ന കാറ്. നിന്നോട് ആര് പറഞ്ഞു കുക്ക് ചെയ്യാൻ? ഇതൊക്കെ ആരെങ്കിലും പറയണോ? നോക്കി കണ്ടൊന്ന് ചെയ്താ പോരെ. ഇനി ഞാൻ ഈ അടുക്കള കിടന്ന് ചക്രശ്വാസം വലിക്കുമ്പോ ഒരു കൈ സഹായിക്കാൻ പറഞ്ഞ ആരും ഇല്ലായിരുന്നല്ലോ. അന്ന് സർവന്റ് ഉണ്ടായിരുന്നല്ലോ. സർവന്റ് ഇല്ലാത്ത ദിവസങ്ങളും ഉണ്ടായിരുന്നല്ലോ. അവര് അസുഖം പറഞ്ഞോ വേറെന്തെങ്കിലും കാരണം കൊണ്ടോ എത്ര ദിവസം വരാതിരുന്നിട്ടുണ്ട്? ഒരെണ്ണത്തിന് ഈ പരിസരത്ത് പോലും കണ്ടിട്ടില്ലല്ലോ. അന്ന് ഞങ്ങൾക്കൊന്നും അറിയത്തില്ലായിരുന്നു. അമ്മൊന്നും പഠിപ്പിച്ചില്ലോ. ഇപ്പൊ നിങ്ങൾ എവിടുന്നാ പഠിച്ചത്? അലീന ചേച്ചി എല്ലാം കാണിച്ചു തന്നു, പറഞ്ഞു തന്നു, പഠിപ്പിച്ചു തന്നു. അവളുടെ പേര് പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞോ നീ? ഓ, സോറി. കഴക്കൂട്ടത്തെ അനാഥാലയത്തിന്ന് അച്ഛനും അന്നേട്ടനും കൂടെ ഒരു അനാഥ പെണ്ണിനെ ഈ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുവന്നല്ലേ? ആ പെണ്ണ് പഠിപ്പിച്ചതാ. അവള് പഠിപ്പിച്ചതൊക്കെ അവളുടെ വീട്ടിൽ പോയി ചെയ്താൽ മതി. ഇതല്ലേ അച്ഛന്റെ വീട്. ഇതെങ്ങനെയാണ് അവളുടെ വീടാവുന്നേ? അച്ഛൻ ദത്തെടുത്തല്ലായിരുന്നോ? അമ്മ പറഞ്ഞേച്ചു. അച്ഛൻ ദത്തെടുത്തല്ല, കൊത്തിയെടുത്തതാ. നാശം പിടിച്ചവള് ഈ വീട് കുളം കലക്കിട്ട് പോയേക്കുന്നു. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അവള് പഠിപ്പിച്ച ഒന്നും ഈ വീട്ടിൽ വേണ്ട. നല്ലതാണെങ്കിലും വേണ്ട, ചീത്തയാണെങ്കിലും വേണ്ട. ഇത് എന്റെ വീടാ. എന്റെ മക്കൾ ഞാൻ പറയുന്നത് കേട്ടാ മതി. കണ്ട പിഴച്ചവളൊക്കെ പഠിപ്പിച്ചിട്ട് പോയ ഒരു ശീലവും ഇവിടെ വേണ്ട.
എന്റെ അമ്മ, ദൈവത്തെ ഓർത്ത് അമ്മ ഈ വീട്ടില് ഇനിയെങ്കിലും വിഷം കലക്കല്ലേ. ഞങ്ങളൊക്കെ ഒരുവിധം സഹകരിച്ചും സഹായിച്ചും സ്നേഹിച്ചും സമാധാനമായിട്ട് ജീവിക്കുക. ഇവിടെ നരകം ഉണ്ടാക്കല്ലേ. ഞാൻ വന്നെയാണോ ഇവിടെ നരകം? ഞാനാണ് നരകം കൊണ്ടുവന്നേ? കൊണ്ടുവന്നെന്നല്ല, കൊണ്ടുവരരുതെന്നാ പറഞ്ഞേ. ഞാനല്ല, അവളാ ഈ വീട് നരകമാക്കിയത്. എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവളെ രക്ഷപ്പെട്ടു, ലക്ഷക്കണക്കിന് രൂപയുടെ മുതലും കൊണ്ട്. ഇപ്പൊ ഞങ്ങൾ എന്നാ ചെയ്യണം? ഈ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതാണ് ഇത്ര വലിയ കുറ്റം. അതിന് ഞാനിവിടെ വേലക്കാരി വെച്ചിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ജോലി പഠിക്കുക എന്നുള്ളതാ. ഞങ്ങളുടെ ഇഷ്ടത്തിന് വായിക്ക് രുചിയായിട്ട് വല്ലതും ഉണ്ടാക്കി തിന്നാൻ അമ്മ സമ്മതിക്കത്തില്ലല്ലേ? വേലക്കാരി അവർക്ക് തോന്നി പോലും ഉരുട്ടി തരാതെ കഴിച്ചോണ്ട് ജീവിക്കണം ഞങ്ങള്. ഞാൻ പറയുന്ന പോലെയായിരുന്നു ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരുന്നത്. അതിനി അങ്ങനെ തന്നെ മതി. നശിപ്പിച്ചെടുക്കത്തുള്ളൂ അല്ലേ? അതെ, വൃത്തിയുണ്ടായിട്ട് മാത്രം കാര്യമില്ല. വെച്ച സാധനങ്ങൾ അവിടെ തന്നെ കാണണം. എടുത്തിട്ട് അതാത് സ്ഥാനത്ത് തന്നെ കാണണം. അല്ലാതെ ഇങ്ങനെ നിരത്തിയിട്ടേക്കരുത്. അത് ഞാൻ ശ്രദ്ധിച്ചോളാം ചേച്ചി. ഇന്നിനിപ്പോ നമുക്ക് ഉച്ചക്കത്തേക്കുള്ളത് റെഡിയാക്കാം. ആ ചേച്ചി, ഞാൻ ആ ഫ്രിഡ്ജിൽ നോക്കിയപ്പോഴേ ഇറച്ചി മീനൊന്നും കണ്ടില്ലായിരുന്നു കേട്ടോ. ആ, അത് ഞാൻ നാളത്തേക്ക് റെഡിയാക്കാം. എന്തൊക്കെയാ വേണ്ടതെന്ന് അത്യാവശ്യമുള്ളത് മാത്രം ഒരു ലിസ്റ്റ് ഇട്ട് തന്നാൽ മതി. ശരി ചേച്ചി. പിന്നെ ചേച്ചി എന്നല്ല, ഒന്നെങ്കിൽ മാഡം അല്ലെങ്കിൽ കൊച്ചമ്മ, ഇത് രണ്ടിന് ഏതെങ്കിലും ഒന്ന്. മനസ്സിലായോ?